കഷ്ടപ്പെട്ട് പഠിക്കുന്നു, ഒരു ജോലിയിൽ കയറുന്നു, കുറെ കാശ് സമ്പാദിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലും ഒരു ആഗ്രഹം വരുന്നു, സ്വന്തമായി ഒരു ഡ്രീം ഹോം പണിയണമെന്ന്. സാലറിയിൽ നിന്ന് കുറെ സേവ് ചെയ്ത് കുറച്ച് ലോണൊക്കെ എടുത്ത് മാനേജ് ചെയ്ത് വിചാരിച്ച പോലെ ഒരു വലിയ വീട് തന്നെ കിട്ടുന്നു. POV ഹാർഡ് വർക്ക് പേസ്, മൈ ഡ്രീം കംസ് ട്രൂ എന്നൊക്കെ കുറേ സോഷ്യൽ മീഡിയ പോസ്റ്റും ഒക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി മൂഡിലിരിക്കുന്നു. ശരിക്കും യെസ് ഐ ഡിഡ് ഇറ്റ് എന്നൊരു ഫീൽ കിട്ടുന്നു. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ പറമ്പില് ആരോ പുതിയ വീട് കെട്ടുന്നു, അതും നല്ല കൊട്ടാരം പോലത്തെ വീട്. അത് കണ്ടതും പോയില്ലേ നമ്മുടെ തുള്ളിച്ചാട്ടമൊക്കെ. ഇതുപോലെ തന്നെയാണ് എപ്പോഴും. നമ്മളൊരു കോസ്റ്റ്ലി കാർ വാങ്ങുന്നു, അത് കാണിച്ച് കുറച്ച് ഷൈൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മറ്റൊരു റിലേറ്റീവ് അതിനേക്കാളും വലിയ കാർ വാങ്ങുന്നു. ഓഫീസിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നമ്മൾ ഹാപ്പി ആവുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇന്നലെ ജോയിൻ ചെയ്ത ഫ്രഷറും പ്രൊമോട്ടഡ് ആയി എന്ന്. അപ്പോൾ വന്ന ഹാപ്പിനെസ് ഒക്കെ ഫ്രസ്ട്രേഷനായി മാറുന്നു. പോട്ടെ, ഫാമിലിയുമായി ഒരു ഡ്രീം വെക്കേഷന് പോകാൻ പ്ലാൻ ഇടുമ്പോഴേക്കും ഫ്രണ്ട് ഇതാ സ്വിറ്റ്സർലാൻഡിൽ ട്രിപ്പ് പോയതിന്റെ ഫോട്ടോസ് ഇട്ടിരിക്കുന്നു. അപ്പോഴേക്കും ട്രിപ്പിന്റെ ആ ഫ്ലോ അങ്ങ് പോയി. എന്നാൽ പിന്നെ ഈ എല്ലാവരും പറയുന്ന പോലെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുത്തേക്കാം എന്ന പ്ലാൻ ഇടുന്നു. കാശ് ഒന്നും ചെലവാക്കാതെ പിശുക്കി കുറേ വർഷങ്ങൾ സേവ് ചെയ്യുന്നു. ഫൈനലി 60 വയസ്സൊക്കെ ആകുമ്പോൾ വിചാരിച്ച പോലെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ വന്നു. ബട്ട് കാശ് സമ്പാദിക്കുന്ന തിരക്കില് ഞാൻ ജീവിക്കാൻ മറന്നല്ലോ എന്നോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നു. സമ്പാദിച്ച കാശ് എങ്ങനെയൊക്കെ ചിലവാക്കിയാൽ നല്ലതാണ് എന്നൊക്കെ പല ബുക്സിലും വീഡിയോസിലും ഒക്കെ പറയുന്നുണ്ടാവും. ബട്ട് നമ്മൾ എല്ലാവരും ഡിഫറെന്റ് ആണ്. ഈ പറയുന്ന കാശ് ജസ്റ്റ് നമ്പേഴ്സ് എന്നതിലുപരി ഇമോഷനാണ്, സ്റ്റോറിയാണ്. മാത്രമല്ല സ്പെൻഡിങ് മണി ഇസ് ആൻ ആർട്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സൽ ഫോർമുല ഇല്ല, ഫിക്സഡ് റൂളും ഇല്ല. ഇങ്ങനെ കാശുമായി ഇടപഴകുമ്പോൾ നമുക്കുണ്ടാവുന്ന റിഗ്രറ്റ്സ്, അസൂയ, കമ്പാരിസൺ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അങ്ങനെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് ഉള്ള ബുക്കാണ് മോർഗൻ ഹൗസലിന്റെ ദ ആർട്ട് ഓഫ് സ്പെൻഡിങ് മണി. ഈ ബുക്കിലെ 7 ലെസൺസ് ഉൾപ്പെടുത്തി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് ബാക്കിയുള്ള 13 ലെസൺസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യുന്ന പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ഇൻ കേസ് ഈ ബുക്ക് വായിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അഫിലിയേറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങി സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓൾസോ നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് ആയിട്ട് അറിയിക്കാം. ഇതുപോലെ നിറയെ ബുക്സിന്റെ ഫുൾ ബുക്ക് സമ്മറീസ് ഒക്കെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, സോ ഡോണ്ട് മിസ് ദാറ്റ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ദ ആർട്ട് ഓഫ് സ്പെൻഡിങ് മണി എന്ന ബുക്കിന്റെ ഫുൾ ബുക്ക് സമ്മറി പാർട്ട് 2 വീഡിയോയിലോട്ട് പോവാം. So let's start. Number 1, risk and regret. ഒരു കൂട്ടം ആളുകൾ live for today എന്ന അഡ്വൈസ് തരും. മറ്റൊരു കൂട്ടം ആളുകൾ save for the future എന്ന അഡ്വൈസും നൽകും. ഇതിൽ ഏതായിരിക്കും നല്ല അഡ്വൈസ്? സത്യം പറഞ്ഞാൽ ഈ 2 അഡ്വൈസും നല്ലതല്ല. മിനിമൈസ് ഫ്യൂച്ചർ റിഗ്രറ്റ്, അതാണ് നല്ലൊരു അഡ്വൈസ്. കാശിന്റെ ഇടപെടൽ വരുമ്പോൾ റിസ്ക് എന്നത് എത്ര കാശ് നഷ്ടമാകും എന്നതല്ല, അതുപോലെ നഷ്ടം സംഭവിക്കുമ്പോഴുള്ള നമ്മുടെ ഫീലിങ്സും അല്ല. റിയൽ റിസ്ക് എന്നത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നമുക്കുണ്ടാവുന്ന റിഗ്രറ്റ്സ് ആണ്. മണി മാനേജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന വലിയൊരു ചലഞ്ചാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് കറന്റ് സ്പെൻഡ് തമ്മിലൊരു ബാലൻസ് കണ്ടെത്തുക എന്നത്. ഇപ്പോൾ സമ്പാദിക്കുന്ന കാശ് ക്ഷമയോടെ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരുന്നാലേ ഭാവിയിൽ വെൽത്ത് ഉണ്ടാകാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓരോ ദിവസവും കടന്നു പോകും തോറും നമ്മൾ ഈ ഭൂമിയിലുള്ള ദിവസങ്ങൾ കുറയുകയാണ്. അതുകൊണ്ട് ലൈഫും എൻജോയ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ ചലഞ്ചാണ് എത്ര കാശ് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര കാശ് ചിലവാക്കണം എന്ന ഡെസിഷൻ എടുക്കുന്നത്. പെർസെൻറ്റേജ് കണക്ക് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി പ്രോബ്ലം അല്ല ഇത്. മാത്രമല്ല ഈ ഒരു കാൽക്കുലേഷൻ ഭയങ്കര പേഴ്സണൽ ആയിരിക്കും. വൺ സൈസ് ഫിറ്റ്സ് ഓൾ ഫോർമുല പ്രാക്ടിക്കൽ അല്ല. നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഗപ്പി ഫിഷിന്റെയും ഗ്രീൻലാൻഡ് ഷാർക്കിന്റെയും എക്സാമ്പിൾ നോക്കാം. ഗപ്പി നല്ലൊരു കുട്ടി മീനാണല്ലേ. ഇതിനെ തിന്നാൻ ഒരുപാട് പേരുണ്ട്. പക്ഷികള്, വലിയ മീനുകള്, ക്രാബ്സ്, അങ്ങനെ ഒരുപാട് പേരുടെ ഫേവററ്റ് മീലാണ് ഗപ്പി. എന്നിരുന്നാലും ഗപ്പി മീനുകൾ നിറയെ ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഗപ്പി മീന് ജനിച്ചതും അവര് ഫുള്ള് ബിസി ആയിരിക്കും. 7 ആഴ്ചകൾ പ്രായമുള്ളപ്പോൾ മുതൽ അവർ റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഓരോ 30 ദിവസങ്ങൾ കൂടുന്തോറും അടുത്ത ജനറേഷനെ അവർ കൊണ്ടുവരുന്നു. അതുകൊണ്ട് അവർക്ക് വംശനാശം സംഭവിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു മറുവശം എന്താണെന്നാൽ അവരുടെ എനർജി ഫുള്ള് റീപ്രൊഡക്ഷനും ഗപ്പി കുഞ്ഞുങ്ങളെ നോക്കുന്നതിലുമായി പോയിട്ട് അവരുടെ സ്വന്തം ഹെൽത്ത് ഒന്നും നോക്കാൻ പറ്റാതെ വേഗം തന്നെ അവർക്ക് വയസ്സായി മരിക്കുന്നു. ബട്ട് അതാണ് അവരുടെ സിസ്റ്റം. മുന്നോട്ട് ഒരുപാട് ഫ്യൂച്ചർ ഇല്ലാത്തപ്പോൾ ഫ്യൂച്ചറിന് വേണ്ടി സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. നമ്മുടെ യോളോ ഇല്ലേ, യു ഓൺലി ലിവ് വൺസ്, ആ ഫിലോസഫിയാണ് ഇവർക്ക് വർക്കൗട്ട് ആവുന്നത്. ഇനി ഗ്രീൻലാൻഡ് ഷാർക്കിന്റെ കാര്യം നോക്കാം. ആളാണ് അവിടുത്തെ രാജാവ്. പ്രെഡേറ്റേഴ്സ് ആരുമില്ല.
അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ ടൈം എടുത്താണ് വലുതാകുന്നതും മെച്ചർ ആവുന്നതും എല്ലാം. അതിന്റെ എനർജി ഫുള്ള് അതിന്റെ ബോഡി ബിൽഡിങ്, സെൽ റിപ്പയർ, മെയിൻ്റനൻസിനൊക്കെ ആയിട്ട് മാറ്റി വെക്കുമ്പോൾ ഷാർക്സ് അങ്ങനെ അസുഖങ്ങൾ വന്ന് മരിക്കാറില്ല. അവർ അതിനൊക്കെ ഇമ്മ്യൂൺ ആകും. മുന്നോട്ടുള്ള വഴിയിൽ റിസ്കുകളില്ല എന്നറിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് അല്ലെ. ഇവിടെ മിക്ക ആനിമൽസും ഈ ഇൻവെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് ലിവ് ഫോർ ടുഡേ എന്ന കാര്യത്തിൽ അത്യാവശ്യം എഫക്റ്റീവായിട്ട് ഒരു ബാലൻസ് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യർക്ക് എത്ര കാശ് ഇപ്പോൾ ചിലവാക്കണം, എത്ര കാശ് സേവ് ചെയ്യണം, എത്ര കാലം ജീവിക്കും, നമ്മൾ ജീവിക്കുന്ന കാലം ഫുള്ള് എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. ബേസിക്കലി നമ്മുടെ ഇമോഷൻസിന് സാധിക്കുന്നില്ല എന്നാണ് പറയേണ്ടത്. ഫൈനാൻഷ്യൽ വേൾഡിൽ 2 ഫിലോസഫീസ് ആണ് ഫയർ, അതായത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി, ആൻഡ് യോളോ, അതായത് യു ഓൺലി ലിവ് വൺസ്. ഇത് രണ്ടും സ്പെക്ട്രത്തിലെ 2 എക്സ്ട്രീം എൻഡ്സ് ആണ്. ഫയറിന്റെ പിന്നാലെ പോയി ജീവിക്കാൻ മറക്കുന്നതും യോളോയുടെ പിന്നാലെ പോയി ഫ്യൂച്ചറിൽ സേവ് ചെയ്യാൻ മറക്കുന്നതും ഭാവിയിൽ റിഗ്രറ്റ്സ് കൂടുതൽ ഉണ്ടാക്കും. ലൈഫ് ഷോർട്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് അയ്യോ ഞാൻ ലൈഫിൽ ഒന്നും എൻജോയ് ചെയ്യാൻ മിസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കാശൊക്കെ പൊട്ടിച്ച് അടിച്ചു പൊളിക്കുന്നത്. മറുവശത്ത് ലൈഫ് ഈസ് ലോങ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഇനി ജീവിക്കുന്ന കാലം കഷ്ടപ്പെടാതെ ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ചു ഫുള്ള് സേവ് ചെയ്യാൻ മാത്രം നോക്കുന്നത്. റിയാലിറ്റി എന്താണെന്നാൽ നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഷോർട്ട് ആണോ ലോങ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു ചലഞ്ചിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് നോക്കിയാൽ നമ്മൾ നമ്മുടെ ലൈഫിലെ ഡിഫറെന്റ് പോയിന്റ്സിന്റെ എൻഡിൽ എത്താറാകുന്നു എന്ന് കരുതുന്നതായിരിക്കും ഹെൽപ്ഫുൾ ആവുന്നത്. ലൈഫിലെ ഓരോ പോയിന്റിലും ചെയ്യാനുള്ളത് ചെയ്യുക, അത് പോയാൽ പിന്നെ നടക്കില്ല. അതിനോടൊപ്പം ഇപ്പോഴുള്ള പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് തുടങ്ങും, അതും മനസ്സിൽ കരുതി ഓരോന്നും പ്ലാൻ ചെയ്യുന്നതാണ് ഫ്യൂച്ചർ റിഗ്രറ്റ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഫാമിലി, കുട്ടികൾ ഇവരുമായിട്ടൊക്കെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം, അവർക്ക് ഓരോ എക്സ്പീരിയൻസസ് കൊടുക്കണം, അതിനായിട്ട് കാശ് ചിലവാക്കണം എന്നതും കറക്റ്റ് ആണ്. ബട്ട് ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻഡിപെൻഡൻസ് തരും എന്നതും കറക്റ്റ് ആണ്. സോ രണ്ടും മനസ്സിലാക്കി അതിലൊരു ബാലൻസ് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത്. നമ്പർ 2, റിച്ച് വേഴ്സസ് വെൽത്തി. റിച്ച് ആൻഡ് വെൽത്തി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ റിച്ച് ആണെങ്കിൽ നമുക്ക് വേണമെന്നുള്ള സാധനം വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള കാശ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവും. വെൽത്തി ആണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഫ്രീഡം, നമ്മുടെ ചോയ്സ്, ആഗ്രഹങ്ങൾ, ആംബിഷൻസ്, മോറൽ വാല്യൂസ്, ഫ്രണ്ട്ഷിപ്സ് ആൻഡ് മെന്റൽ ഹെൽത്ത്, ഇതിലൊക്കെയുള്ള കാശിന്റെ ഇൻഫ്ലുവൻസ് അത് നമ്മുടെ കൺട്രോളിലായിരിക്കും. നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ ടൂളാണ് മണി. പക്ഷേ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ മണി നമ്മളെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും, നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയാണ് ഞാൻ കാശിന്റെ പുറകെ നെട്ടോട്ട് ഓടുന്നത് എന്ന് നമുക്ക് തോന്നാം. ബട്ട് ഇവിടെ കാശ് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്. ഈ ഒരു കൺട്രോള് പാവപ്പെട്ടവന് മാത്രമല്ല നടക്കുന്നത്, പണക്കാരനെയും മണി കൺട്രോൾ ചെയ്യുന്നു, എസ്പെഷ്യലി കാശ് ചിലവാക്കുന്ന കാര്യത്തിൽ. മണി നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ ഒരു കടത്തിൽ പെടുകയാണ്. അതൊരു ഹിഡൻ ഡെപ്റ്റ് ആയിരിക്കും. ഏതൊരു കടവും പോലെയും ഇതിനും ഒരുപാട് പലിശ കൊടുക്കേണ്ടി വരും. അത് കാശായിട്ട് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നമ്മളുടെ ടൈം, ഹാപ്പിനെസ്, മനസമാധാനം, ക്വാളിറ്റി ഫാമിലി ടൈം, ഇതൊക്കെ ആയിരിക്കും. പണക്കാരായ മക്കളുടെ വേറൊരു പ്രോബ്ലം ആണ് ഇൻഹെറിറ്റൻസ് ആയിട്ട് എന്തെങ്കിലും നിറയെ സമ്പത്ത് എനിക്ക് വന്നോളും എന്നുള്ളപ്പോൾ അവർക്ക് ലൈഫിൽ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ള മോട്ടിവേഷൻ കുറവായിരിക്കും. അതാണ് ചില ഫാമിലീസിൽ പാരന്റ്സിന്റെ സ്വത്ത് ഫുള്ള് മക്കൾ കളഞ്ഞു എന്ന് പറയുന്നത് കേൾക്കുന്നത്. ഇവർക്ക് നിറയെ പണം ഉണ്ടായിരുന്നു കാണും, ബട്ട് അവര് സമ്പത്തുള്ള ആൾക്കാരാണെന്ന് പറയാൻ പറ്റില്ല. ഇനി വെൽത്ത് ബിൽഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ മോറൽസ്, വാല്യൂസ്, ഫ്രണ്ട്ഷിപ്സ്, പേഴ്സണാലിറ്റി, ഇതൊക്കെ കാശുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. കാശ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയും മോറൽ വാല്യൂസും മാറാൻ തുടങ്ങിയാൽ നമ്മളല്ലാതാവും. അപ്പോൾ നിറയെ കാശുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ലൈഫ് ഇംപ്രൂവ് ആവുള്ളൂ എന്നൊരു തോന്നൽ വരും. സോ നമ്മുടെ അടുത്ത് ഇപ്പോഴുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മറക്കും. നേരെ മറിച്ച് നമ്മുടെ ബേസിക് നെസസിറ്റീസ് ഒക്കെ നടന്നു പോകുന്നുണ്ട്, എൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. അപ്പോഴാണ് കാശിനെ ഒരു ടൂളായി കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. ആ ടൂൾ യൂസ് ചെയ്ത് വെൽത്ത് ബിൽഡ് ചെയ്യാനും പറ്റും. അടുത്തതാണ് സെപ്പറേറ്റ് വാട്ട് യു ലൈക്ക് ഫ്രം വാട്ട് യു വാണ്ട്. നമുക്ക് എന്താണ് ഇഷ്ടം ആൻഡ് നമുക്ക് എന്താണ് വേണ്ടത്, അത് രണ്ടും ചിലപ്പോൾ ഡിഫറെന്റ് ആകാം. ഫോർ എക്സാമ്പിൾ, സിഗരറ്റ്സ് കുറെ പേർക്ക് ഇഷ്ടമായിരിക്കും, ബട്ട് അത് വേണം എന്നുള്ള കാര്യമില്ല. അതുപോലെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിരിക്കാൻ എനിക്കും ഇഷ്ടമാണ്, ബട്ട് അത് എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യമല്ല.
ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കുന്നതിന് പകരം നമ്മളെ അഡിക്റ്റ് ആക്കി കൺട്രോൾ ചെയ്യും. സോ ആ ഒരു സെപ്പറേഷൻ മനസ്സിലാക്കി എൻജോയ് ചെയ്യുന്ന എന്നാൽ നമുക്ക് അത്ര വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കുകയോ ഓർ വല്ലപ്പോഴും മാത്രം ചെയ്യുകയോ എന്ന രീതിയിൽ കൊണ്ടുവരാം. ഇതും വെൽത്ത് ബിൽഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ്, വലിയ വീട്, കാറ്, ബ്രാൻഡഡ് ഡ്രസ്സസ്, ജ്വല്ലറി എന്നതൊക്കെ ഉണ്ട് എന്ന് പ്രൗഡ് ആകുന്നതിന് പകരം നല്ല ഫാമിലി, ഫ്രണ്ട്സ്, നല്ല മെമ്മറീസ് ഒക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റി എന്ന് പ്രൗഡ് ആകാനായിട്ട് പഠിക്കുക. അപ്പോഴാണ് പണക്കാരൻ എന്നത് മാറി വെൽത്തി പേഴ്സൺ ആകാനായിട്ട് നമുക്ക് പറ്റുന്നത്. നമ്പർ 3, ഹൗ കമ്പാരിസൺ സ്റ്റീൽസ് യുവർ മണി. അസൂയ എന്നത് ഒരു വലിയ ആളാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്താലും നമ്മുടെ ഒരു ബേസിക് ലെവലിലെ ആവശ്യങ്ങൾക്ക് മേലെ പിന്നെ നമുക്ക് വേണ്ടത് സോഷ്യൽ ഹൈറാർക്കിയിലെ ഹൈ പൊസിഷനിൽ എത്തുക എന്നതാണ്. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ നേടിയെടുത്തോ അതൊക്കെ മറ്റുള്ളവരുടെ നേട്ടങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ അടുത്തുള്ളത് നോക്കി നമുക്ക് അസൂയ തോന്നുന്നത്. ഇതാണ് നമ്മുടെ കാശ് ചിലവാക്കലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയ ആള്. എനിക്കൊരു വലിയ വീട് വേണം എന്നുള്ളത് മാറി എൻ്റെ വീട് എൻ്റെ നെയ്ബറിന്റെ വീടിനേക്കാളും വലുതായിരിക്കണം എന്ന് വരുമ്പോഴാണ് കാശ് പോകുന്ന വഴി നമ്മൾ അറിയാതെ ആവുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ നേട്ടങ്ങളൊക്കെ നോക്കി മോട്ടിവേറ്റ് ആവുന്നതും അത് നോക്കി അസൂയപ്പെടുന്നതും തമ്മിൽ ഒരു തിൻ സെപ്പറേഷൻ ആണ് ഉള്ളത്. ഈ ഒരു സ്റ്റാറ്റസ് ഗെയിമിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമാണ്. ഞാൻ വീട് കെട്ടാൻ പോകുമ്പോൾ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ വീടിനേക്കാളും വലുതായിരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ കാശ് ബഡ്ജറ്റിൽ കൂടുതൽ മുടക്കി ഫൈനലി വലിയ വീട് റെഡിയായി. സോഷ്യൽ ഹൈറാർക്കിയിൽ ഞാൻ ടോപ്പിലെത്തിയ പോലെ തോന്നിയപ്പോൾ ഞാനും ഹാപ്പി ആവുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടിലെ പുറകിലത്തെ കാലി സ്ഥലത്ത് പുതിയ ഒരാൾ വന്ന് വീട് വെക്കുന്നത്. അത് എൻ്റെ വീടിനേക്കാളും നല്ല വലിയ മുട്ടനൊരു വീടാണ്. അപ്പൊ പോയില്ലേ എൻ്റെ സന്തോഷം. മാത്രമല്ല ഇനി വേറെ എങ്ങനെയൊക്കെ സ്റ്റാറ്റസിൽ മുന്നിലെത്താം എന്ന് നോക്കി തുടങ്ങിയാൽ ഞാൻ ആവശ്യമില്ലാത്ത കുറെ കാശ് ചിലവാക്കുകയും ചെയ്യും. ബട്ട് വിചാരിച്ച ആ ടോപ്പ് പൊസിഷനിൽ എത്തുകയും ഇല്ല. കാരണം എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഈ സ്റ്റാറ്റസ് ഗെയിമിൽ മാറി മാറി വരാനായിട്ട്. ഇതിനൊരു എക്സാമ്പിൾ ആണ്, പണ്ട് ട്രിപ്പുകളൊന്നും ആരും പോയില്ല. പോയാൽ തന്നെ ഫാമിലീസ് ഒക്കെ കൂടി കുറച്ച് ദൂരത്തുള്ള അമ്പലങ്ങളോ പള്ളിയോ ഒക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ആവും. പിന്നെ അതൊക്കെ കോമൺ ആയി. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസസിൽ പോകുന്നവരായിരുന്നു ഞാൻ ഇവിടെയൊക്കെ ട്രിപ്പിന് പോയി എന്ന് വലിയ കാര്യമായിട്ട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതൊക്കെ കോമൺ ആയി. നെക്സ്റ്റ്, ആളുകൾ ഫുള്ള് ഫ്ലൈറ്റിൽ ഓരോ പ്ലേസസിൽ പോവുക, ഫോറിൻ രാജ്യങ്ങളിൽ ട്രിപ്പിന് പോവുക, ഇതൊക്കെയാണ് വലിയ സംഭവമായിട്ട് ചെയ്യുന്നതും പറയുന്നതും. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതും കോമൺ ആവും. സോ ഈ സ്റ്റാറ്റസ് ഗെയിമിൽ ജയിക്കുക എന്നത് നടക്കാത്ത കാര്യമാണ്. ഇനി ഈ അസൂയയുടെ ഒരു മറുവശമാണ് മറ്റുള്ളവരുടെ ലൈഫ് കണ്ട് അസൂയപ്പെട്ട് എൻ്റെ ലൈഫും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ബെറ്റർ ആയനെ എന്ന് വിചാരിക്കുന്നത് കറക്റ്റ് അല്ല. നമ്മൾ മിക്കപ്പോഴും മറ്റുള്ളവരുടെ ലൈഫിലെ നല്ല ഫേസസ് മാത്രമായിരിക്കും കാണുന്നത്. അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ പ്രോബ്ലംസ് ഇതൊന്നും കാണുകയുമില്ല, നമ്മൾ കൺസിഡറും ചെയ്യില്ല. നമ്മളെ കുറിച്ച് നമ്മൾ എത്രത്തോളം കൂടുതൽ മനസ്സിലാക്കുന്നോ അത്രത്തോളം നമുക്ക് എന്താണ് വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അസൂയ കുറയും. ഇനി ഇതിനൊക്കെ തടസ്സം നിൽക്കുന്ന ഒരാളാണ് ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. സൊസൈറ്റിയുടെ നോംസിനനുസരിച്ച് പോയില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നോർത്തുള്ള ഭയം കാരണം തന്നെ നമ്മൾ ഒരുപാട് കാശും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെലവാക്കുന്നു. കല്യാണത്തിനും മറ്റു ഫംഗ്ഷൻസിനും ഗിഫ്റ്റ് കൊടുക്കുന്നത് തന്നെ ഇതിനൊരു വലിയ എക്സാമ്പിൾ ആണ്. ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ സൊസൈറ്റി എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നോർത്ത് തന്നെ കയ്യിൽ കാശില്ലെങ്കിലും കടം വാങ്ങിയാണെങ്കിലും ഓരോന്നും ചെയ്യുന്നു. ഈ അസൂയ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നോർത്ത് ഓരോന്നും ചെയ്യുന്നതൊക്കെ നമ്മുടെ ഫൈനാൻഷ്യൽ ലൈഫിനെ തകർക്കുന്ന രണ്ട് ആൾക്കാരാണ്. നമ്പർ 4, വെൽത്ത് വിത്തൗട്ട് ഇൻഡിപെൻഡൻസ് ഇസ് എ യൂണിക് ഫോം ഓഫ് പോവർട്ടി. നമ്മൾ സമ്പാദിച്ച എല്ലാ കാശും നമ്മൾ ചിലവാക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്നും ചിലവാക്കാറില്ല, സേവ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞാലും ആ ചിലവാക്കാത്ത കാശ് യൂസ് ചെയ്താണ് നമ്മൾ ഇൻഡിപെൻഡൻസ് വാങ്ങുന്നത് എന്ന് തിരിച്ചറിയണം. ഇങ്ങനെ ഇൻഡിപെൻഡൻസിനായിട്ട് ചിലവാക്കുന്ന കാശ്, അതായത് മറ്റൊന്നിനും സ്പെൻഡ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്ന കാശാണ് നമുക്ക് ഹയസ്റ്റ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തരുന്നത്. കാശ് ഒരുപാട് സമ്പാദിച്ചിട്ട് ഇൻഡിപെൻഡൻസ് ഇല്ലെങ്കിൽ അതും ഒരു തരം ദാരിദ്ര്യം തന്നെയാണ്. ഇനി കാശ് കുറെ സമ്പാദിച്ചാലും മിക്കപ്പോഴും നമുക്ക് ആ ഫൈനാൻഷ്യൽ ഫ്രീഡം വന്നോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല എന്ന് വിചാരിച്ച് ഇഷ്ടമില്ലാത്ത പണികൾ ചെയ്ത് നമ്മുടെ ടൈം മറ്റൊരാൾ കൺട്രോൾ ചെയ്യാനായിട്ട് വിടുന്നു. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എസ് ഓർ നോ എന്ന ഒറ്റ വാക്കിൽ കണ്ടുപിടിക്കാൻ നോക്കുമ്പോഴാണ് പ്രോബ്ലം. ആക്ച്വലി ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു സ്പെക്ട്രമാണ്. അത് ലെവൽ 0, ലെവൽ 1, ലെവൽ 2 എന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിൽ നമ്മൾ ഏത് ലെവലിലാണ് ഇപ്പോഴുള്ളത്, ഏത് ലെവലിൽ എത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനോടൊപ്പം നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചിലവാക്കാതെ മാറ്റിവെക്കുന്ന ഓരോ രൂപയും
ഓരോ സേവിങ്സും നമ്മളെ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓർക്കുക, wealth without independence is a unique form of poverty. Number 5, social debt. എപ്പോഴാണോ നമ്മുടെ കാശ് ചെലവാക്കുന്ന രീതികൾ മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ ചിന്തിക്കാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവോ, അപ്പോഴാണ് സോഷ്യൽ ഡെപ്റ്റ് ഉണ്ടാവുന്നത്. ഇതൊരു തരം ഒളിഞ്ഞിരിക്കുന്ന കടമാണ്. എന്നിരുന്നാലും ആള് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അത് ചിലപ്പോൾ ആളുകൾ നമ്മളെ നോക്കി അസൂയപ്പെടുന്നതാവാം. ചില സമയങ്ങളിൽ നമുക്ക് തന്നെ നമ്മുടെ ഫ്രണ്ട്ലി ഗ്രൂപ്പിൽ നമ്മളൊരു സുപ്പീരിയർ ആണെന്ന് തോന്നുന്നതാവാം. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ആഡംബര ലൈഫ് സ്റ്റൈല് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഹയർ എക്സ്പെക്ടേഷൻസും ആവാം. ഇങ്ങനെ ഉണ്ടാവുന്ന സോഷ്യൽ ഡെപ്റ്റ് ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമുക്കൊരു റിഗ്രറ്റ് ആയേക്കാം. സൺലൈറ്റ് ഒരു ചെറിയ അളവിൽ കൊള്ളുന്നത് ഹെൽത്തിയാണ്, നമുക്ക് അത്യാവശ്യവുമാണ്. അത് കുറച്ചു കൂടി ഒരു മോഡറേറ്റ് അളവാകുമ്പോൾ സൺബേൺ ഉണ്ടാകുന്നു. അളവിലധികമുള്ള ലെവലില് എക്സ്പോഷർ ക്യാൻസർ വരെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെയാണ് കാശിന്റെ കാര്യവും. ഒരു ടിപ്പിംഗ് പോയിന്റ് ഉണ്ട്, അതിന് മേലെ പോയാൽ പിന്നെ ഡിസാസ്റ്റർ ആയിരിക്കും. ബട്ട് മിക്ക സമയങ്ങളിലും നമുക്ക് ആ ടിപ്പിംഗ് പോയിന്റ് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ ആവുന്നു. ഓർ ചിലപ്പോൾ വളരെ ലേറ്റ് ആയിട്ട് തിരിച്ചറിയുന്നു. അപ്പോഴാണ് കാശ് നമുക്ക് സന്തോഷം തരുന്നതിന് പകരം ഒരു ലയബിലിറ്റി അഥവാ ബാധ്യതയായി മാറുന്നത്. എബ്രോഡിൽ നിന്ന് ഒരാൾ നിറയെ കാശൊക്കെ സമ്പാദിച്ച് നാട്ടിൽ വരുമ്പോൾ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഇവരൊക്കെ ഇവന്റെ കയ്യിൽ കുറേ കാശുണ്ട്, ഇവനെ കൊണ്ട് കുറേ ചിലവാക്കിപ്പിക്കാം, ഓർ കടം ചോദിക്കാം എന്നൊക്കെയുള്ള തോട്ട്സ് ഉണ്ടാക്കുന്നു. സെയിം എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ലോട്ടറി അടിക്കുമ്പോൾ ഒരാൾക്ക് നേരിടേണ്ടി വരുന്നത്. കാശിന്റെ കാര്യത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമാണ് ഒരാളുടെ സമ്പത്ത് പുറമേ നിന്ന് മറ്റൊരാൾക്ക് സിമ്പിളായിട്ട് അളക്കാനായിട്ട് പറ്റും. ബട്ട് അയാളുടെ ബാധ്യതകൾ മറ്റുള്ളവരുടെ കണ്ണില് പെടില്ല. ഇത് ചിലപ്പോൾ കാശുകാരുടെ പ്രോബ്ലം പോലെ തോന്നാമെങ്കിലും ഈ പറഞ്ഞ സോഷ്യൽ ഡെപ്റ്റ് നമ്മൾ സാധാരണ ആളുകളുടെ ലൈഫിലും കയറിപ്പറ്റാം. നമ്മുടെ ഫിസിക്കൽ പൊസിഷൻസിൽ നമ്മുടെ ഐഡന്റിറ്റി മാറാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ആളുകളുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ മണി സ്പെൻഡിങ് ഡെസിഷൻസ് മാറാൻ തുടങ്ങുന്നു. ഇനി ഇതല്ലാതെ വേറൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, നമ്മുടെ തന്നെ എക്സ്പെക്ടേഷൻസ്. നമ്മുടെ പഴയ കാറ് ക്ലീൻ ആക്കാതെ അഴുക്ക് പിടിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഒരു പുതിയ വലിയ കാറ് വാങ്ങിയതും കുറച്ച് അഴുക്കോ ചെറിയൊരു സ്ക്രാച്ചോ പോലും നമ്മൾ അതിൽ വന്നാൽ പിന്നെ ഫുള്ള് ടെൻഷൻ ആകും. ഇത് സോഷ്യൽ ഡെപ്റ്റിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒന്നിനു പുറകെ ഓരോന്നായി വാങ്ങിക്കൂട്ടി അവസാനം ബാങ്ക്രപ്സി വരെ ആയേക്കാം. ഒരുപാട് കാശ് സമ്പാദിച്ചു അത് ചിലവാക്കാനും തുടങ്ങിയാൽ പിന്നെ ഒരുപാട് സോഷ്യൽ ഡെപ്റ്റും കൂടി വരും. നമ്മുടേതായ എക്സ്പെക്ടേഷൻസ്, മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസ്, ജഡ്ജ്മെന്റ്സ്, സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഇതൊക്കെ കൂടി നമ്മളെ പാപ്പരാക്കും. ഫോർ എക്സാമ്പിൾ, വലിയൊരു ബിസിനസ്സുകാരൻ തന്റെ മകളുടെ കല്യാണം നടത്തുമ്പോൾ ഇത്രയൊക്കെ ചെലവാക്കിയില്ലെങ്കിൽ എന്നെ കുറിച്ച് നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നുള്ള ഉള്ളിലെ തോന്നൽ. അതുപോലെ തന്നെ വലിയ പുള്ളിയല്ലേ, എന്തായാലും ആൾക്ക് ഇത്ര ഗോൾഡൊക്കെ ഇടുമായിരിക്കും എന്നുള്ള ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ്. ഇനി എങ്ങാനും സിമ്പിൾ ആയിട്ട് കല്യാണം നടത്തിയാൽ കാശുണ്ടായിട്ട് എന്താ കാര്യം, നോക്ക് മകളുടെ കല്യാണത്തിന് പോലും പിശുക്ക് കാണിച്ചു എന്നുള്ള നാട്ടുകാരുടെ ജഡ്ജ്മെന്റ്. ഇതൊക്കെ ഭയന്ന് ആ ബിസിനസ്സുകാരൻ അളവിൽ കൂടുതൽ ചിലവാക്കിയാലും അതാണ് സോഷ്യൽ ഡെപ്റ്റ്. ഇൻ കേസ് കാശും സമ്പാദിക്കണം, എന്നാൽ ഈ സോഷ്യൽ ഡെപ്റ്റിലും പെട്ട് ലൈഫ് കുട്ടിച്ചോറാവാതെ ഇരിക്കണമെങ്കിൽ എന്താ ചെയ്യാ ചോദിച്ചാൽ അതിനുള്ള സ്ട്രാറ്റജിയാണ് നമ്മുടെ നെക്സ്റ്റ് ലെസൺ. നമ്പർ 6, Quiet compounding. The fastest way to get rich is to go slow. നമുക്കൊരു സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ആദ്യമായി ഒരാളുടെ കൂടെ ഡേറ്റിങ്ങിന് പോയിട്ട് അതിനുശേഷം നടത്തുന്ന ഓരോ ഫോൺ കോളും മെസ്സേജും കോൺവെർസേഷനും എല്ലാം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്? ഗ്രൂപ്പിലെ ഓരോരുത്തരും ഓരോ അഭിപ്രായവുമായിട്ട് നമ്മുടെ അടുത്ത് വരുമല്ലേ. ഇങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്താ നിങ്ങൾ ഇതൊക്കെ ചെയ്യാത്തത്, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, ബ്ലാ ബ്ലാ ബ്ലാ. ഇതൊക്കെ കേട്ട് നമ്മൾ എംബാരസ്ഡ് ആവാം, നെർവസ് ആവാം. മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് നമ്മളുടെ ഡെസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റിക്കും പേഴ്സണാലിറ്റിക്കും വാല്യൂ ഇല്ലാതെ ആവുന്നു. ആ റിലേഷൻഷിപ്പും വർക്കൗട്ട് ആയില്ല അല്ലേ. അതുപോലെ തന്നെയാണ് കാശും. നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഡെസിഷൻസിനെ കുറിച്ചൊക്കെ ആളുകൾ എന്ത് പറയുമോ എന്നോർത്ത് 2 തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു. ഒന്നാമത്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. രണ്ടാമത്, മറ്റുള്ളവരുടെ സ്ട്രാറ്റജി അത് നമുക്ക് വർക്കൗട്ട് ആവുമോ എന്ന് ചിന്തിക്കാതെ അതേപടി കോപ്പി അടിക്കുന്നു. ചിലപ്പോൾ ന്യൂസിലൊക്കെ നമ്മൾ കേട്ട് കാണും, സാധാ ജോലി ചെയ്തിരുന്ന ഒരാൾ സേവ് ചെയ്ത മണി കുറേ വർഷം മിണ്ടാതെ ഇൻവെസ്റ്റ് ചെയ്ത് വന്നിട്ട് $1 മില്യൺ ആക്കിയെടുത്തു എന്നൊക്കെ. ഇവിടെ ആ ക്വയറ്റ് കോമ്പൗണ്ടിങ് ആണ് നടക്കുന്നത്. കാശിനെ കോമ്പൗണ്ടിങ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തിയിട്ട് അത് തുടങ്ങുക. അത് സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്ന് അതിന്റെ പണി അത് ചെയ്തോളും എന്ന് വിട്ടേക്കുക.
ചുമ്മാ ഓരോരുത്തരോടും പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. വർക്കൗട്ട് ആകുമോ എന്ന് ഡൗട്ട് അടിച്ച് നടക്കേണ്ട കാര്യവും ഇല്ല. ഈ ക്വയറ്റ് കോമ്പൗണ്ടിങ് ചെയ്യുമ്പോൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്സിനേക്കാളും കുറച്ചുകൂടി ഇന്റേണൽ ബെഞ്ച് മാർക്സിൽ എംഫസൈസ് കൊടുക്കും. നമ്മളെക്കാളും വേഗം പണക്കാരനാവുന്നവര് എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതൊന്നും കമ്പയർ ചെയ്യാതെ എന്റെ സമ്പത്തിനെ കുറിച്ച് എനിക്കറിയാം എന്നൊരു അവയർനെസ് നമുക്ക് നമ്മുടെ അടുത്തുള്ള കാശ് നല്ലപോലെ എൻജോയ് ചെയ്യാനായിട്ട് ഈസി ആക്കുന്നു. അതുപോലെ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. ഒരാൾക്ക് വർക്കൗട്ട് ആവുന്ന സ്ട്രാറ്റജീസ് മറ്റൊരാൾക്ക് വർക്കൗട്ട് ആവില്ല എന്നത് മനസ്സിലാക്കി ഓരോ ഡെസിഷൻസ് എടുക്കാനും ഈ ക്വയറ്റ് കോമ്പൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് നമ്മൾ ക്വയറ്റ് ആയിട്ട് ഇരുന്നാൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനായിട്ട് ആരും വരില്ല. അത്രേ ഉള്ളൂ. ക്വയറ്റ് കോമ്പൗണ്ടിങ്ങിൽ ഫോക്കസ് കൊടുക്കുമ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പേഴ്സണൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. പിന്നെ ഈ ക്വയറ്റ് കോമ്പൗണ്ടിങ്ങിന് നല്ല പേഷ്യൻസ് വേണം. ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും. അതിന് ക്ഷമയില്ലാതെ ഈസി ആൻഡ് പെട്ടെന്ന് വെൽത്ത് ബിൽഡ് ചെയ്യണം എന്ന രീതിയിൽ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്ത് സമ്പാദിക്കുമ്പോൾ അത് ചിലവാകുന്നതും പെട്ടെന്നായിരിക്കും. സോ ഫാസ്റ്റസ്റ്റ് വേ ടു ഗെറ്റ് റിച്ച് ഇസ് ടു ഗോ സ്ലോ എന്നാണ് പറയുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്ന് പറയും പോലെ ക്വയറ്റ് കോമ്പൗണ്ടിങ് നമ്മളെ മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസിൽ നിന്നും ഫ്രീ ആക്കുന്നു. അപ്പോൾ അങ്ങനെ കുറെ കാശ് വേസ്റ്റ് ആകുന്നത് ഒഴിവാക്കാം. അത് അങ്ങനെ കോമ്പൗണ്ടായി വരുമ്പോൾ വേഗം തന്നെ നമ്മൾ റിച്ച് ആകാനും പറ്റുന്നു. നമ്പർ 7, ഐഡന്റിറ്റി. വെൻ മണി കൺട്രോൾസ് ഹൂ യു ആർ. മണി എന്നത് നമ്മളൊരു റോഡ് ട്രിപ്പിന് പോകുമ്പോൾ കാറിൽ അടിക്കുന്ന പെട്രോൾ പോലെയാണ്. ട്രിപ്പിന് പോകണമെങ്കിൽ പെട്രോൾ ഇല്ലാതെ നടക്കില്ല. ആവശ്യത്തിനുള്ള പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പറഞ്ഞ് അയ്യോ പെട്രോൾ എങ്ങാനും തീർന്നു പോകുമോ എന്ന് ടെൻഷൻ അടിച്ച് ഫുള്ള് വഴിയിൽ കാണുന്ന എല്ലാ പമ്പിലും കയറി ഇറങ്ങി പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ റോഡ് ട്രിപ്പ് എങ്ങനെ ഉണ്ടാവും? അതേ അവസ്ഥയാണ് കാശിനെ നമ്മുടെ ടൂളായി കാണാതെ നമ്മുടെ മാസ്റ്ററായി കാണുമ്പോഴുണ്ടാകുന്നത്. ഈ ഒരു ഷിഫ്റ്റ് മോസ്റ്റ്ലി ഉണ്ടാകുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾസ് നമ്മുടെ ഐഡന്റിറ്റി ആയി മാറുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ഐഡന്റിറ്റി ഇപ്പോൾ മകൾ, വൈഫ്, അമ്മ എന്നതൊക്കെയാണ്. ഈ പറഞ്ഞ ഐഡന്റിറ്റിയാണ് ഞാൻ ലൈഫിൽ വാല്യൂ ചെയ്യുന്നത്. ഇതല്ലാതെ എൻ്റെ ഫൈനാൻഷ്യൽ ഗോളായ സേവിങ് മണി എന്നത് എൻ്റെ ഐഡന്റിറ്റിയായി മാറുമ്പോൾ, ലെറ്റ്സ് സേ ഞാനൊരു മണി സേവർ ആണ് എന്ന ഐഡന്റിറ്റി ഓർ ലേബല് എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പിൽ എപ്പോഴും കയറുന്ന സിറ്റുവേഷൻ പോലെയാവും. കാശ് തീർന്നു പോകുമോ എന്നോർത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ ഞാൻ മടിക്കും. ഇവിടെ മണി എൻ്റെ ടൂളായിട്ട് വർക്ക് ചെയ്യുന്നതിന് പകരം എന്നെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് തുടങ്ങുന്നത്. നമ്മളെപ്പോഴും പറയുന്ന പോലെ കാശ് കുറെ സമ്പാദിച്ച് ഫൈനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കണം എന്നതായിരിക്കും എല്ലാവരുടെയും ലക്ഷ്യം. അങ്ങനെ ആയാൽ പിന്നെ കാശിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ ലൈഫിൽ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ഇവിടെ ഇൻ കേസ് മണി സേവ് ചെയ്യുക എന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അലിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയി മാറും. ബാങ്ക് ബാലൻസ് കൂടുന്നുണ്ടോ, കാശ് വേസ്റ്റ് ആകാതെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി തന്നെ ആ പറഞ്ഞ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നാലും മണിയിൽ നിന്നും ഫ്രീഡം നമുക്ക് കിട്ടില്ല. ബിക്കോസ് മണി ഈസ് കൺട്രോളിങ് അസ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള ഐഡന്റിറ്റിയുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഐ ആം എ സേവർ, ഞാനൊരു റിച്ച് പേഴ്സൺ ആണ്, ഞാനൊരു പുവർ പേഴ്സൺ ആണ്, ഞാൻ എപ്പോഴും കോസ്റ്റ്ലി കാറേ വാങ്ങുള്ളൂ, ഞാൻ എപ്പോഴും നിറയെ ഗോൾഡ് വാങ്ങുന്ന ആളാണ്, ഞാനൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണ്, ഞാനൊരു ട്രേഡർ ആണ്, ഞാനൊരു ടെക് ഇൻവെസ്റ്റർ ആണ്. ഈ ഒരു ലേബലൊക്കെ സത്യമായിരിക്കും, കേൾക്കുമ്പോൾ വലിയ പ്രശ്നക്കാരനോ ആയിരിക്കില്ല. ബട്ട് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറം നമ്മൾ ചിന്തിക്കാനായിട്ട് മടിക്കും. ചിലപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു മാറ്റിപ്പിടിക്കലിന്റെ ആവശ്യമുണ്ടെങ്കിലും നമ്മൾ അതിന് മുതിരില്ല. ഇവിടെ മെന്റൽ ലിക്വിഡിറ്റി എന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. മെന്റൽ ലിക്വിഡിറ്റി എന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകം മാറുമ്പോഴും നമുക്ക് മുന്നിൽ പുതിയ ഇൻഫോർമേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവൈലബിൾ ആകുമ്പോഴും എല്ലാം നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന പഴയ ബിലീവ്സ് ഒക്കെ വിട്ട് പുതിയത് എംബ്രേസ് ചെയ്യുന്ന കഴിവാണ്. ഈ ഒരു അബിലിറ്റി നമ്മളെ ഒരിടത്ത് തന്നെ സ്റ്റക്ക് ആയിട്ട് ഇരിക്കുന്നത് ഒഴിവാക്കും. നമ്പർ 8, ട്രൈ സംതിങ് ന്യൂ. സ്പെൻഡ് മോർ ഓൺ വാട്ട് യു ലവ്. ആൽബർട്ട് ഐൻസ്റ്റീൻ തന്റെ സയന്റിഫിക് ടാലന്റ് ആയി കണ്ടിരുന്ന ഒരു കഴിവുണ്ട്. ഫൈൻഡ് വാട്ട് വർക്ക്സ് ആൻഡ് ജസ്റ്റ് ഡു ദാറ്റ്, ഇഗ്നോർ ദ റെസ്റ്റ്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയി തോന്നും. ഇതും കാശും തമ്മിൽ ഇപ്പോൾ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നും നമുക്ക് തോന്നാം. ഇവിടെ ഫൈൻഡ് വാട്ട് വർക്ക്സ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നല്ല വിശാലമായ ഒരു ഫണൽ വേണം. അതുപോലെ ഇഗ്നോർ ദ റെസ്റ്റ് ഇത് ചെയ്യണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിൽറ്ററും വേണം. കൺഫ്യൂസിംഗ് ആയി കാണുമല്ലേ ഇത്? ഹോൾഡ് ഓൺ, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ബുക്ക് റീഡിംഗ് എന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ബുക്ക് വായിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ബുക്ക് വായിക്കാത്ത ആളുകളെക്കാൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ബുക്ക് വായന നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിയേക്കാം. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഞാൻ നന്നാകാൻ പോവാണ്, ബുക്ക് വായന സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ 2 കാര്യങ്ങളും ഉണ്ടാവണം.
അതായത് ഒരു വൈറ്റ് ഫണലും വേണം, ഒരു സ്ട്രോങ് ഫിൽറ്ററും വേണം. വായിക്കാൻ എടുക്കുന്ന ബുക്കെല്ലാം വായിച്ചു തീർക്കും, ഒന്ന് വായിച്ചു തീർത്തിട്ടേ അടുത്തത് എടുക്കുള്ളൂ എന്നിരുന്നാല് വായന ഒരു ജോലി പോലെയായി മാറും, ഫണ്ണൊക്കെ പോകും. അത് ചിലപ്പോൾ ബോറിംഗ് ആവുന്നു, റെസനേറ്റ് ആവാതാവുമ്പോൾ ഒരു മോട്ടിവേഷനും ഉണ്ടാവില്ല വായിക്കാനായിട്ട്. ഇനി എന്റെ ടേസ്റ്റ് എനിക്കറിയാം, ഞാൻ ഇങ്ങനെയുള്ള ബുക്സ് മാത്രം വായിച്ചാലേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ച് എപ്പോഴും ഒരേപോലുള്ള ബുക്സ്, ഒരേ ജോൺറയിലെ ബുക്സ്, ഒരേ ഓതേഴ്സിന്റെ ബുക്സ് വായിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ ലൈഫിനെ മാറ്റാൻ പറ്റുന്ന ബുക്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ അറിയാതെ തന്നെ പോകും. സോ റീഡിങ്ങിൽ ഒരുപാട് ഇൻപുട്ട് കൊടുക്കുക, ബട്ട് അതിനോടൊപ്പം ഒരു സ്ട്രോങ് ഫിൽറ്ററും വേണം നമുക്ക്. പല ബുക്സും എക്സ്പ്ലോർ ചെയ്യുക, ബട്ട് ഏതെങ്കിലും ഒരു ബുക്ക് ഇഷ്ടമാവുന്നില്ല, റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അടുത്ത ബുക്ക് പുതിയതായിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാതെ നമുക്ക് എന്തൊക്കെ ഇഷ്ടമാകുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇതുപോലെ തന്നെയാണ് കാശിന്റെ കാര്യവും. കാശ് ചിലവാക്കാൻ പല വഴികളും ഉണ്ട്. ഒരാൾ കാശ് ചിലവാക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഇഷ്ടമാവണം എന്നുമില്ല. ഓൾസോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അങ്ങനെ പലതും ട്രൈ ചെയ്യുമ്പോൾ ഇഷ്ടമാകാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാനും പഠിക്കണം. അല്ലാതെ തുടങ്ങിപ്പോയില്ലേ ഇനിയിപ്പോൾ എങ്ങനെ നിർത്താനാ എന്ന് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പാടില്ല. ഒരാൾക്ക് ചിലപ്പോൾ ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും, മറ്റൊരാൾക്ക് വീട്ടിൽ നിന്ന് മാറുന്നത് ഇഷ്ടമല്ലായിരിക്കും. ഒരാൾക്ക് നല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം, മറ്റൊരാൾക്ക് സിമ്പിൾ ആയിട്ട് തട്ടുകടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ട്രൈ സംതിങ് ന്യൂ. ഓൾസോ എന്ത് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്ര പെട്ടെന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാൻ നമുക്ക് പറ്റുന്നു എന്നത്. നമ്പർ 9, ഹൗ ടു ടീച്ച് കിഡ്സ് ദ വാല്യൂ ഓഫ് മണി. ജോൺ ഡി റോക്ക്ഫെല്ലർ എന്നൊരു പണക്കാരനായ ആൾക്ക് തന്റെ വീട് റീമോഡൽ ചെയ്യുന്ന ടൈമിൽ താമസിക്കാനായിട്ട് ഒരിക്കൽ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഹോട്ടലിൽ റൂം എടുക്കാനായിട്ട് പോകേണ്ടി വന്നു. അവിടെയുള്ള ഏതെങ്കിലും ഒരു ചീപ്പസ്റ്റ് റൂം മതി എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഹോട്ടലിലെ ഏജന്റ് പറഞ്ഞു, നിങ്ങൾക്ക് അതിലും നല്ല റൂമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, നിങ്ങളുടെ മകൻ ഇവിടെ വരുമ്പോഴൊക്കെ നല്ല ലക്ഷറി പ്രസിഡൻഷ്യൽ സ്യൂട്ടാണ് ബുക്ക് ചെയ്യാറുള്ളത് എന്ന്. അതിന് റോക്ക്ഫെല്ലർ പറഞ്ഞു, യെസ്, ബട്ട് മൈ സൺ ഹാസ് സംതിങ് ഐ ഹാവ് നെവർ ഹാഡ്, എ റിച്ച് ഫാദർ. കാശ് മാനേജ് ചെയ്യുന്നതും കുട്ടികളെ മാനേജ് ചെയ്യുന്നതും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഒരിക്കലും സ്പ്രെഡ്ഷീറ്റ്സിലെ കുറച്ച് ഫോർമുലകൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫൈനാൻഷ്യൽ പ്രോബ്ലംസിന്റെ ഒരു ഇമോഷണൽ എലമെന്റ് ആണ് കുട്ടികൾ. ഇവിടെ ട്രിക്കിയസ്റ്റ് പാർട്ട് എന്താണെന്നാൽ ആസ് എ പാരന്റ് നമ്മുടെ കയ്യിലുള്ള കാശ് കുട്ടികളെ സഹായിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ യൂസ് ചെയ്യും വിത്തൗട്ട് സ്പോയിലിംഗ് ദം എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഇവിടെ പണക്കാരായ പാരന്റ്സിന് നേരിടേണ്ടി വരുന്ന 2 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്നാമത്, ഉള്ള കാശൊക്കെ ഇൻഹെറിറ്റൻസിന്റെ പേരിൽ പാസ് ചെയ്യുമ്പോൾ കുട്ടിയുടെ അംബീഷനെ അത് നശിപ്പിക്കുന്നു. രണ്ടാമത്, കുട്ടി സ്പോയിൽ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈസി ലൈഫ് കൊടുക്കാതെ ലൈഫിലെ കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളരണം എന്ന് വിടുമ്പോൾ കാശുണ്ടായിട്ടും എൻ്റെ പാരന്റ്സ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മക്കൾക്കും പാരന്റ്സിനും തമ്മിൽ അടിയാവുന്നു. ഇതിപ്പോ പണക്കാരുടെ മാത്രം കാര്യമല്ല. ഇൻ കേസ് പാരന്റ്സ് കുറച്ച് കഷ്ടപ്പെട്ട് ഒരു നല്ല ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കത് എൻജോയ് ചെയ്യണം എന്നും ഉണ്ടാവും. ഓൾസോ കുട്ടികൾക്ക് കാശിന്റെ വാല്യൂ പഠിപ്പിക്കണം എന്നും ഉണ്ടാവും. ഇവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കുട്ടികൾ കാശിന്റെ വില മനസ്സിലാക്കണം എന്ന് വെച്ച് അവർക്കൊരു ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അധ്വാനിച്ച് നേടിയ കാശ് ഇഷ്ടമുള്ള പോലെ അനുഭവിക്കണം എന്ന് വെച്ച് വ്യത്യസ്തമായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് റോങ് മെസ്സേജ് ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവര് ഫുള്ള് എതിർക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെയേ ചെയ്യാവൂ എന്നൊരു എക്സാക്ട് സൊല്യൂഷൻ ഇവിടെ നൽകാനായിട്ട് പാടാണ്. സോ അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ കാര്യം കൂടി മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കുട്ടികളെ വളർത്തുമ്പോൾ പാരന്റ്സ് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അവരുടെ കഷ്ടപ്പാടുകൾ കുട്ടികൾക്ക് ഭാവിയിൽ പല ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ സക്സസ് അങ്ങനെ എടുത്ത് കുട്ടിയുടെ മുന്നോട്ട് കൊണ്ടുവയ്ക്കാനല്ല എന്ന് ഒരു കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ കാശിനെ കുറിച്ചുള്ള ലെസൺസ് ലൈക്ക് എങ്ങനെ മണി സേവ് ചെയ്യണം, എങ്ങനെ ബഡ്ജറ്റ് ചെയ്യും, ഓൾറെഡി നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യണം, ആവശ്യവും ആഗ്രഹവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്നതും എല്ലാമാണ് വേണ്ടത്. ഇതൊക്കെ ഒരു ബേസിക് സ്കില്ലാണ് എന്നാണ് പാരന്റ്സ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഇതിനോടൊപ്പം കാശ് മാത്രം ഒരാളുടെ ലൈഫിൽ ഹാപ്പിനെസ്സും സക്സസും കൊണ്ടുവരും എന്ന് വിചാരിക്കാൻ പാടില്ല. കാശ് നിറയുണ്ട് ബട്ട് ക്യാരക്ടർ ശരിയല്ല, ഹോണസ്റ്റി ഇല്ല, എംപത്തി ഇല്ല എങ്കിൽ കാശ് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല എന്നും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം കുട്ടികളെ പിടിച്ചിരുത്തി ലെക്ചർ അടിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേറെ പണിയില്ല, എപ്പോൾ നോക്കിയാലും ഒരേ ലെക്ചർ അടിയാണ് എന്ന് പറഞ്ഞിട്ട് പോകും കുട്ടികൾ. നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ നമ്മൾ പറയാതെ തന്നെ കുട്ടികൾ മനസ്സിലാക്കും. യുവർ കിഡ്സ് ആർ ഓൾവേസ് പേയിങ് അറ്റൻഷൻ. പാരന്റ്സ് സ്പോയിൽഡ് ആയാൽ കുട്ടികളും അതുപോലെ ആവും.
പാരന്റ്സ് കഷ്ടപ്പെടുന്നു, നല്ല വാല്യൂസോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളും അതുപോലെ ആവും. അതുകൊണ്ട് എൻ്റെ കുട്ടിയുടെ ലൈഫ് ബെറ്റർ ആക്കാൻ ഞാൻ കുറേ കാശ് സമ്പാദിക്കണം എന്ന് വിചാരിക്കുന്നതിന് പകരം അവരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ നല്ല മോറൽ വാല്യൂസ് ഞാൻ കാണിച്ചു കൊടുക്കണം, നല്ല ക്യാരക്ടറുള്ള ആളാക്കണം, മണിയെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ച് ടൈം ഫ്രീഡം നേടിയെടുക്കണം എന്നൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്പർ 10, സ്പ്രെഡ്ഷീറ്റ്സ് ഡോണ്ട് കെയർ അബൌട്ട് യുവർ ഫീലിങ്സ്. നമ്മൾ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എഴുതി ചെക്ക് ബോക്സസ് ഓർ നമ്പേഴ്സ് ഒക്കെ ഇട്ട് റാങ്ക് ചെയ്ത് ഫൈനൽ ഒരു സ്കോർ ഇട്ടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കോമഡി ആയിരിക്കും അല്ലേ? എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്യില്ല. ബിക്കോസ് അവിടെ രണ്ട് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തം, ഇമോഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അല്ലെ? ഇതുപോലെ നമ്മുടെ ലൈഫിലെ ചില ഫൈനാൻഷ്യൽ ഡെസിഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് സ്പ്രെഡ്ഷീറ്റ്സിന് റിലേ ചെയ്യാൻ സാധിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഒരു വീട് വാങ്ങാൻ നമ്മൾ പ്ലാൻ ഒക്കെ ഇട്ടാലും ഓഫ് കോഴ്സ് നമ്മുടെ ബഡ്ജറ്റ്, ആ സ്ഥലത്തെ റേറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമെങ്കിലും മെയിനായിട്ട് ഇമോഷണലി ആണ് നമ്മൾ ഡെസിഷൻസ് എടുക്കുന്നത്. സ്വന്തമായ ഒരു ഡ്രീം ഹോം, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സ്ഥലം, വലിയ മുറി, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ കണ്ട് നമ്മുടെ ഫീലിങ്സ് ആണ് ആ ഒരു ഡെസിഷൻ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇത് നോർമലാണ്. എന്നാൽ ഈ ഒരു ഇമോഷൻ മിക്സിയോ ഗ്രൈൻഡറോ വാങ്ങുമ്പോഴൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിലെ ചില ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കാശ് ചെലവാക്കുന്നത് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇവൻ എന്താ ഇത്രയൊക്കെ കാശ് മുടക്കി ഈ വീട് വാങ്ങുന്നത് എന്ന് തോന്നുമെങ്കിലും ആ ഒരു വീടിനോട് നമുക്ക് തോന്നിയ ഇമോഷൻസ് അത് നമുക്കേ ഫീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ചില സിറ്റുവേഷൻസിൽ ഇമോഷൻസ് ആർ മോർ ഇൻസൈറ്റ്ഫുൾ ദാൻ നമ്പേഴ്സ് എന്ന് മനസ്സിലാക്കുക. നമ്പർ 11, സ്മോൾ എക്സ്പെൻസസ് മാറ്റർ ബട്ട് ഹൗ മച്ച്. റോറി സതർലാൻഡ് എന്നൊരു ഓഥർ എഴുതിയിട്ടുള്ള ഒരു വരിയാണ്, ദ ഓപ്പോസിറ്റ് ഓഫ് എ ഗുഡ് ഐഡിയ ക്യാൻ ഓൾസോ ബി എ ഗുഡ് ഐഡിയ. നമ്മുടെ ബഡ്ജറ്റിലെ ചെറിയ ചെറിയ എക്സ്പെൻസസിനോടുള്ള നമ്മുടെ ഒബ്സഷനെ കുറിച്ചാണ് ഈ ഒരു വരിയിലെ ആശയത്തെ കൂട്ടുപിടിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ചെറിയ എക്സ്പെൻസസിനോടുള്ള നമ്മുടെ ഒബ്സഷൻ നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ മാറ്റിമറിക്കാൻ പറ്റും, ഒപ്പം നമ്മുടെ സമയം വേസ്റ്റ് ആക്കാനും പറ്റും. ഇത് കേൾക്കുമ്പോൾ ഒരു കോൺട്രഡിക്ടറി കാര്യമായിട്ട് നമുക്ക് തോന്നാം. ബട്ട് കുറച്ച് എക്സാമ്പിൾസിലൂടെ കാര്യങ്ങൾ നോക്കിയാൽ എന്താണ് ഈ രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. പണ്ട് ഓയിൽ ക്യാൻസ് ഒക്കെ സോൾഡർ ചെയ്യാൻ 40 ഡ്രോപ്സ് സോൾഡർ ഇട്ടിരുന്ന ഒരു ഫാക്ടറിയിൽ റിസർച്ചിനായിട്ട് ചെന്ന ആള് എന്തിനാണ് 40 ഡ്രോപ്സ് തന്നെ ഇടുന്നത്, 38 ഡ്രോപ്സ് ട്രൈ ചെയ്ത് നോക്കിയോ എന്ന് ചോദിക്കും. അവര് 38 ഡ്രോപ്സ് ട്രൈ ചെയ്തപ്പോൾ ക്യാന് ലീക്ക് ആവുന്നുണ്ട്. ശരി, എന്നാൽ 39 ഡ്രോപ്സ് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് അഡ്വൈസ് കൊടുക്കും. ഇത് ചെയ്തപ്പോൾ ക്യാന് നന്നായി തന്നെ അടഞ്ഞു. അപ്പോൾ മുതൽ 40 ഡ്രോപ്സിന് പകരം ഓരോ ഓയിൽ ക്യാനിലും 39 ഡ്രോപ്സ് ആണ് അടയ്ക്കാനായിട്ട് യൂസ് ചെയ്തത്. ഇങ്ങനെ ഓരോ ഡ്രോപ്പ് വീതം ഓരോ ക്യാനിലും കുറച്ചപ്പോൾ കമ്പനിക്ക് നല്ലൊരു സേവിങ്സ് കൊണ്ടുവരാൻ പറ്റിയെന്നാണ് പറയുന്നത്. ഈ എക്സാമ്പിളിലൂടെ എന്താണ് പറയുന്നത് വെച്ചാൽ ചെറിയ ചേഞ്ച് ആണെങ്കിലും ലാർജ് സ്കെയിലിൽ കൊണ്ടുവരുമ്പോൾ അത് മാസീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. വാറൻ ബഫറ്റ് എന്ത് കാര്യത്തിന് കാശ് ചെലവാക്കിയാലും ആ എക്സ്പെൻസസ് കോമ്പൗണ്ട് ചെയ്യാൻ വിട്ടാൽ എത്ര ആകും എന്ന് കാൽക്കുലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു ഹെയർ കട്ട്, കാർ വാഷ്, ഇതിലൊക്കെ ആള് ഈ കാൽക്കുലേഷൻ ചെയ്യുമായിരുന്നു. ഇങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ എക്സ്പെൻസസ് ഓരോന്നും കോമ്പൗണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് നേടിയെടുക്കാമായിരുന്ന ഫോർച്യൂൺ ചെറുതല്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറാൻ തുടങ്ങും. വലിയ വലിയ സേവിങ്സിന് മാത്രമല്ല, ചെറുതാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന സേവിങ്സിനും നല്ല റിസൾട്ട് നൽകാൻ കഴിയും എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ ഒരു കോൺട്രഡിക്ടറി പോയിന്റ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദ ഓപ്പോസിറ്റ് ഓഫ് എ ഗുഡ് ഐഡിയ ക്യാൻ ഓൾസോ ബി എ ഗുഡ് ഐഡിയ ഇൻ ദിസ് കേസ്. ലൈഫിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ എക്സ്പെൻസസിലൊക്കെ ഭയങ്കര സംഭവമായിട്ട് ടൈം എടുത്തു ഒക്കെ ഡെസിഷൻ എടുത്തിട്ട് വലിയ കാര്യം എത്തുമ്പോൾ അതിനാവശ്യമുള്ള അറ്റൻഷൻ കൊടുക്കാതെ ഡെസിഷൻസ് എടുക്കുന്നു. ഒരു മാസം ബഡ്ജറ്റിൽ എന്തൊക്കെ ചിലവുകൾ ചുരുക്കാം, അപ്പോൾ സേവിങ്സ് കൂട്ടാം എന്ന് കുത്തിരുന്ന് ആലോചിക്കുന്ന നമ്മള് ഒരു കോളേജിൽ ചേരാനോ ഓർ ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യാനോ അതിന്റെ ഇമ്പോർട്ടൻസിന് അനുസരിച്ചുള്ള ശ്രദ്ധ കൊടുക്കാറില്ല. മിക്കപ്പോഴും എനിക്ക് ഇത്ര മാർക്സ് ആണ് കിട്ടിയത്, ഈ കോളേജിലെ അഡ്മിഷൻ കിട്ടുള്ളൂ, ഓർ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതിലാണ് പോകുന്നത്, ഓർ എല്ലാവരും പറയുന്നു ഈ കോഴ്സ് എടുത്താൽ വേഗം ജോലി കിട്ടും എന്നൊക്കെ മനസ്സിൽ ഓർത്തിട്ട് വേഗം തന്നെ ഡെസിഷൻസ് എടുക്കുന്നു. ഈ രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്താണെന്നാൽ സ്മോൾ എക്സ്പെൻസസിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അത് കുറയ്ക്കുമ്പോൾ ഭാവിയിൽ അത് കോമ്പൗണ്ടായി വരുന്നതിന്റെ ലെവൽ കൂടുതലായിരിക്കും. ബട്ട് ഒരുപാട് ടൈം ചെറിയ എക്സ്പെൻസസിൽ ചിലവാക്കുമ്പോൾ ലൈഫിലെ വലിയ പ്രോബ്ലംസിന് വേണ്ട അറ്റൻഷൻ കൊടുക്കാൻ പറ്റാതെ ആവുന്നു. ഇവിടെ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വെൽത്ത് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ ചെറിയ എക്സ്പെൻസസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബട്ട് ആ ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാൻ വലിയ എക്സ്പെൻസസിൽ ശ്രദ്ധ കൊടുക്കാതെ പറ്റില്ല. അതാണ് പോയിന്റ്. നമ്പർ 12, ദ ലക്കിയർ യു ആർ ദ നൈസർ യു ഷുഡ് ബി. അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കണം എന്നായിരിക്കും അല്ലേ?
മണി ഉപയോഗിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇൻഡിപെൻഡൻസ്. എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുമ്പോൾ ഫാമിലിയുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ നാളെ എണീക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള ആളുടെ കൂടെ എത്ര സമയം വേണമെങ്കിലും ചിലവാക്കാം എന്നതുപോലെ എല്ലാ ദിവസവും പോയാൽ എത്ര നല്ലതായിരിക്കും അല്ലെ? അതിന് നമ്മളെ സഹായിക്കുന്ന വലിയൊരു ടൂളാണ് മണി. മണിക്ക് ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് നമുക്ക് ഡേ 1 തന്നെ തരാനായിട്ട് പറ്റില്ല. ബട്ട് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ച് പറ്റുന്ന പോലെ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഇവൻച്വലി ആ ഒരു ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. സമ്പാദിക്കുന്നതിനേക്കാൾ കുറച്ച് ചെലവ് ചെയ്യുക, കാശിനെ കോമ്പൗണ്ട് ചെയ്യാനായിട്ട് വിടുക. മണി നമ്മളെയാണ് സെർവ് ചെയ്യുന്നത്, തിരിച്ചല്ല. അതുപോലെ നമ്മളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ആരും ഓർക്കുന്നില്ല എന്നൊക്കെയുള്ള മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. ഹെൽത്ത് ഇസ് വെൽത്ത്, ഇൻഡിപെൻഡൻസ് ഇസ് വെൽത്ത് ആൻഡ് ഫാമിലി ഇസ് വെൽത്ത് എന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഓരോ ഡേ ടു ഡേ ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുക. ഇനി ഇതൊക്കെ ഫോളോ ചെയ്ത് കുറെ കാശൊക്കെ സമ്പാദിച്ച് നമുക്ക് ആവശ്യമുള്ള പോലത്തെ ഇൻഡിപെൻഡൻസ് ഒക്കെ നേടിയെടുക്കുമ്പോൾ എപ്പോഴും മറ്റുള്ളവരുടെ അടുത്ത് കൈൻഡ് ആയിട്ട് ഇരിക്കാൻ നമ്മൾ മറക്കാൻ പാടില്ല. കൈൻഡ്നെസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടതിന് 2 റീസൺസ് ഉണ്ട്. ഒന്നാമത് അതൊരു മോറൽ വാല്യൂ ആണ്. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എംപത്തിയോടുകൂടി പെരുമാറുന്നത്, കൈൻഡ്നെസ് കാണിക്കുന്നത് ഇതെല്ലാം വേണം. രണ്ടാമത് നമുക്ക് സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മിക്കപ്പോഴും നമ്മൾ ഒരുപാട് പേരുടെ ഹെൽപ്പിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എന്ന കാര്യത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. കാശ് നിറയെ ഉണ്ട് എന്ന് വെച്ച് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ? സോ അത് മനസ്സിലാക്കി മറ്റുള്ളവരോട് കോപ്പറേറ്റ് ചെയ്ത് ജീവിക്കുക. എപ്പോഴും മനസ്സിൽ ഓർക്കുക, കുറേ കാശൊക്കെ സമ്പാദിച്ച് കാശുകാരനായാലും ഈ കാശ് നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കും, അതിൽ യാതൊരു തർക്കവും ഇല്ല. ബട്ട് ആ ഒരു ബെറ്റർ ലൈഫ് മറ്റാരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന കാര്യം മറക്കരുത്. ഓൾവേസ് ബി കൈൻഡ്. നമ്പർ 13, ഹൗ ടു ബി മിസറബിൾ സ്പെൻഡിങ് യുവർ മണി. നമുക്ക് എന്താണ് നല്ലത് എന്ന കാര്യത്തിൽ ചിലപ്പോൾ ഡൗട്ട്സ് ഉണ്ടാവാം. എന്നാൽ നമുക്ക് വേണ്ടാത്ത ചീത്ത കാര്യങ്ങളുടെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്ലാസ് റെഡ് വൈൻ ഉണ്ട്, ഒരു പാക്കറ്റ് സിഗരറ്റും ഉണ്ട്. ഇതിൽ റെഡ് വൈൻ നല്ലതാണോ ഇല്ലയോ എന്ന് വേണേൽ ചിലപ്പോൾ പല ഒപ്പീനിയൻസ് ഉണ്ടാവാം. ബട്ട് സിഗരറ്റ് നല്ലതല്ല എന്ന് ഉറപ്പാണ് അല്ലെ? അതുപോലെ നമ്മുടെ മണി സ്പെൻഡിങ്ങിലെ കുറച്ച് ബാഡ് ആയിട്ടുള്ള ഡെസിഷൻസ് ആൻഡ് മിസറബിൾ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് ബ്രീഫായിട്ട് ഇനി നോക്കാം. നമുക്ക് നമ്മുടെ ഇപ്പോഴുള്ള ലെവലിന് മുകളിലുള്ള ഗ്രൂപ്പിനെ നോക്കിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ ഹാപ്പി ആവും എന്നുള്ള മൈൻഡ് സെറ്റ്. ഇവിടെ നമ്മൾ ഇപ്പോഴുള്ള ലെവല് പണ്ട് ഒരിക്കൽ നമ്മൾ എത്തണമെന്ന് ആഗ്രഹിച്ച ലെവൽ ആയിരുന്നു എന്ന കാര്യം മിക്ക സമയങ്ങളിലും ഇഗ്നോർ ചെയ്യുന്നു. ഇൻഡിപെൻഡൻസിനെ പണയം വെച്ചിട്ട് ലഭിക്കുന്ന സ്റ്റാറ്റസിന്റെ പുറകിൽ പോകുന്നതാണ് അടുത്ത കാര്യം. നമ്മുടെ സമയത്തിന് നമ്മൾ ഓൺ ചെയ്യുന്ന ആ ഒരു മാജിക്ക് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. എന്നിട്ട് ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് പല മെറ്റീരിയൽ പൊസിഷൻസ് ഉള്ളപ്പോഴാണ് സന്തോഷം ലഭിക്കുന്നത് എന്ന മൈൻഡ് സെറ്റിലോട്ട് പോകുന്നു. ലൈഫിൽ ഒരുപാട് സമയവും കാശിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നു. ബട്ട് ആ കാശ് ഉപയോഗിച്ച് ബിൽഡ് ചെയ്ത ലൈഫിനെ കുറിച്ച് മറക്കുന്നു. കാശ് ഉണ്ടാക്കുക, ചിലവാക്കുക, കൂട്ടിവെക്കുക, ഇതൊക്കെ നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് മാറുന്നതാണ് അടുത്ത മിസറബിൾ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ഇൻകമിന്റെ വലിയൊരു ശതമാനവും ഒന്നും നോക്കാതെ ചിലവാക്കിയിട്ട് ബോസ്, ബാങ്കേഴ്സിന്റെ ഡെസിഷൻ ഒക്കെ റിലൈ ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു. എനിക്ക് കുറേ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ആൻസൈറ്റി, ഡൗട്ട്, കൺഫ്യൂഷന്, വറീസ് ഒന്നും ഉണ്ടാവില്ല. നിറയെ മണിയാണ് എൻ്റെ എല്ലാ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് ഫാന്റസൈസ് ചെയ്യുന്നതാണ് അടുത്ത പ്രശ്നക്കാരൻ. ഇനി ഈ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റും ഒരു വില്ലനാണ്. എൻ്റെ പ്രോബ്ലംസ് ഒന്നും കാശിന് സോൾവ് ചെയ്യാൻ പറ്റില്ല, ഈ കാശാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് വിചാരിക്കുന്നതും പ്രോബ്ലമാണ്. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഇൻഡിപെൻഡൻസ് നൽകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂളാണ് മണി. അടുത്തതാണ് കാശ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കൂട്ടിവെക്കാനുള്ള ഒരു സാധനമാണ് എന്ന് കരുതുന്നത്. ഇവിടെ കാശിനെ ഉപയോഗിച്ച് ഒരു ബെറ്റർ ലൈഫ് നയിക്കാൻ മടി കാണിക്കുന്നതാണ് പ്രോബ്ലം. നമുക്ക് മറ്റുള്ളവരുടെ സക്സസ് അവരുടെ ലക്ക് കൊണ്ടാണ്, അവരുടെ ഫെയിലിയർ അവരെടുത്ത ബാഡ് ഡെസിഷൻ കൊണ്ടാണ് എന്ന് തോന്നുന്നു. ബട്ട് നമ്മുടെ സക്സസ് നമ്മുടെ ഹാർഡ് വർക്ക് മൂലമാണെന്നും നമ്മുടെ ഫെയിലിയർ ബാഡ് ലക്ക് കാരണമാണെന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഈഗോ നമ്മുടെ എംപത്തിയെ ഓവർ പവർ ചെയ്യുകയാണ്. ഇതും ഒരു ബാഡ് മെന്റാലിറ്റിയാണ്. മറ്റുള്ളവരുടെ പൊസിഷൻസ് ലൈക്ക് കാറ്, വീട്, ഡ്രസ്സ്, ജ്വല്ലറി, സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒക്കെ കണ്ടിട്ട് അവരുടെ ലൈഫ് ഫുള്ള് അതിന്റെ റിഫ്ലക്ഷൻ ആണ്, അവർ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നതാണ് അടുത്ത പ്രശ്നക്കാരൻ. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും ഇപ്പോഴുള്ളതിനേക്കാളും വില ഉള്ളത് തന്നെ വാങ്ങണം എന്നുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രഷറിൽ പെട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് അടുത്ത പ്രോബ്ലം. ഒന്നുകിൽ ഇപ്പോഴത്തെ മൊമെന്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടുള്ള ബബിളിൽ പെടുന്നതും
ഓർ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള തോട്ട്സിൽ മാത്രം പെട്ടിട്ട് ലൈഫ് മുന്നോട്ട് പോയിട്ട് ലേറ്റർ പോയിന്റിൽ ഉണ്ടാകുന്ന റിഗ്രറ്റ്സിനെ കുറിച്ച് മൈൻഡ് ആക്കാതെ ഇരിക്കുന്നതും ഒരു പ്രോബ്ലം തന്നെയാണ്. മറ്റുള്ളവരുടെ അപ്പിയറൻസിനെ ബേസ് ചെയ്ത് അവരുടെ നെറ്റ് വർത്ത് ഇത്ര ആയിരിക്കും എന്ന് ജഡ്ജ് ചെയ്യുന്നതും ഒരു മണ്ടത്തരമാണ് എന്ന് തന്നെ പറയാം. ലൈഫിലെ എല്ലാ ഫൈനാൻഷ്യൽ ഡെസിഷൻസും ഹാർഡ് കോർ റൂൾസ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം എടുക്കുന്നു. ഇമോഷൻസ്, സെന്റിമെന്റ്സ്, ആഗ്രഹങ്ങൾ ഇതിനൊക്കെ വാല്യൂയെ കൊടുക്കാതെ സ്പ്രെഡ്ഷീറ്റ്സിന്റെ പുറകെ മാത്രം പോകുന്നതും ഒരു അപകടകരമായ സിറ്റുവേഷനാണ്. നമുക്ക് എന്താണ് നല്ലത് എന്നതൊക്കെ മറ്റുള്ളവരുടെ അഡ്വൈസസിൽ നിന്ന് മാത്രം ഡെസിഷൻ എടുക്കുന്നതാണ് അടുത്ത മിസറബിൾ ആയിട്ടുള്ള കാര്യം. നമുക്ക് വിചാരിക്കുന്ന സക്സസ് ലൈഫിൽ ഉണ്ടായാലും അതൊന്നും പോരാ എന്നുള്ള മൈൻഡ് സെറ്റും ഈ ഒരു പ്രോബ്ലം ലിസ്റ്റിലുള്ള ആളാണ്. ഒരുപാട് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരിക്കുന്നതും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. ഇവിടെ നമ്മുടെ ഇൻകമിനേക്കാളും നമ്മുടെ എക്സ്പെക്ടേഷൻസ് വേഗം തന്നെ വളരുന്നു. നമുക്ക് അത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ റിസ്ക് ചെയ്യുന്നതും നമ്മളെ ബാഡ് സിറ്റുവേഷനിൽ കൊണ്ടെത്തിക്കുന്നു. മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി വാങ്ങുന്ന കാറിന് വേണ്ടി റിസ്ക് ചെയ്ത നമ്മുടെ വാല്യബിൾ ആയിട്ടുള്ള സ്ലീപ്പ്, ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നല്ല പൊസിഷൻസ് നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് നിന്നും ലഭിക്കുന്ന അറ്റൻഷൻ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ബാഡ് തിങ്. നെക്സ്റ്റ്, എനിക്ക് എല്ലാം അറിയാം എന്ന മൈൻഡ് സെറ്റിലുള്ളത് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇങ്ങനെയുള്ളപ്പോൾ പുതിയതൊന്നും പഠിക്കാൻ നമ്മൾ തയ്യാറായില്ല. ഗ്രോത്ത്, അഡാപ്റ്റബിലിറ്റി, ചേഞ്ചസ്, മറ്റുള്ളവരുടെ വ്യൂ പോയിന്റ്സ് ഇതൊന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ബിലീവ്സ് മാത്രം ശരിയെന്ന് ഇവിടെ വിശ്വസിക്കുന്നു. ഇതൊക്കെ ബാഡ് ഡെസിഷൻസിന്റെ ഒരു ലിസ്റ്റ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ദ ആർട്ട് ഓഫ് സ്പെൻഡിങ് മണി എന്ന ബുക്കിലെ ലെസൺസ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.